സോ ഗുഡ് ഐ എം സോ ഹാപ്പി. നോക്ക് ആൾക്കാരൊക്കെ ക്രൈസി പ്രിവ്യൂ ഷോ നല്ലായിരുന്നു. ദിസ് ഷോ ഈസ് ഓൾസോ ഗുഡ്. എല്ലാവരും ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ്. ഐ എം സോ ഹാപ്പി. ഓ യെസ് നിങ്ങൾ കണ്ടായിരുന്നോ? അയ്യോ കയറി കാണുമ്പോഴത്തേക്കും ഞാൻ തള്ളണ്ടല്ലോ. വർക്കായും യെസ് ഹാപ്പി, വെരി ഹാപ്പി. എവരി വൺ ഇസ്, എല്ലാവർക്കും ആ എനർജി കിട്ടുന്നുണ്ട്. ഗ്രൂപ്പായിട്ടൊക്കെ വന്ന് ചില്ലായിട്ട് എൻജോയ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ലൈക്ക് ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ഓഫർ ചെയ്യുന്നുണ്ട്. അല്ലാതെ കണ്ടാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഭയങ്കര ചിരിക്കാൻ കുറവുണ്ട്. അപ്പോൾ ചിരി എല്ലാവരും കൂടെ ഒത്തിരുന്ന് കാണുമ്പോഴത്തേക്കാണ് വരുന്നത്. അതെ ഈവൻ പ്രീമിയറിൽ വർക്കൗട്ടായിരുന്നു. ഇവിടെ ഇച്ചിരി കൂടെ വർക്കൗട്ട് താങ്ക് യു. ദിവ്യ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇതിൽ കോസ്റ്റ്യൂംസ് ചെയ്തിരിക്കുന്നത്. അതിന് എടുത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഇട്ടിരിക്കുന്ന പല സാധനങ്ങളും നിങ്ങൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത, ഫാബ്രിക് പോലുമല്ല, തുണി പോലും അല്ലാത്ത പല സ്ഥലത്തുനിന്ന് പോയി സോഴ്സ് ചെയ്ത് രാത്രി എൻ്റെയൊക്കെ പലതും ദിവ്യനെയാണ് സ്റ്റിച്ച് വരെ ചെയ്തത്. കാരണം നമുക്ക് സമയത്തിൻ്റെയും പലതിൻ്റെയും കൺസ്ട്രെയിൻസ് ഉള്ളതുകൊണ്ട് എനിക്കൊന്നൊരു കുറേ ദിവസം ഉറങ്ങാതൊക്കെ. പക്ഷേ പ്രശാന്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആ ഒരു വിഷൻ 2046 മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി ദിവ്യ ഭയങ്കരമായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അത് യെസ്, അപ്പോൾ ദിവ്യയ്ക്ക് നല്ല കാര്യങ്ങൾ കേൾക്കുമ്പോൾ, സിനിമയിലുള്ള ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്സിന് നല്ല കാര്യങ്ങൾ കേൾക്കുമ്പോൾ പേഴ്സണലി ഭയങ്കര സന്തോഷമുണ്ട്. കാരണം എല്ലാവരും അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ബട്ട് അൾട്ടിമേറ്റ്ലി ഓഡിയൻസിനോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തോ ഇല്ലയോ എന്നുള്ള ഒന്നും ഇവിടെ മാറ്റർ ആവുന്നില്ല. സിനിമ നല്ലതാണെങ്കിൽ മാത്രമാണ് ഏതൊരാളും അവരുടെ ഒരു സമയവും പൈസയും ഒക്കെ മാറ്റി വെച്ച് സിനിമ കാണാൻ വരുള്ളൂ. ഇത് നല്ല സിനിമയാണെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ പ്ലീസ് കം വാച്ച് ഓഫ് ഫിലിം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ബാക്കിയുള്ളവരോടും പറയും. എന്തായാലും നിങ്ങൾ ആരെയും നിരാശപ്പെടുത്തില്ല. നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ഞങ്ങൾ പ്രോമിസ് ചെയ്യും. സാധാരണ ഒരു പടം ഇറങ്ങിയിട്ട് റിലീസിന് ഡേറ്റിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ കോൺഫിഡൻസ് താങ്കളുടെ മുഖത്ത് കാണുന്നുണ്ട്. അതെന്തുകൊണ്ടായിരുന്നു? എനിക്ക് ഇഷ്ടപ്പെട്ടു. അതെ വളരെ അടിപൊളിയായിരുന്നു. അതെ, എനിക്ക് സിനിമ കണ്ടപ്പം ഞാൻ ഇപ്പോഴാണ്, അതായത് പ്രീമിയറിനാണ് ഞാൻ സിനിമ മുഴുവൻ കാണുന്നത്. അതിന് മുന്നേ നമ്മൾ ഡബ് ചെയ്യുന്ന പോർഷൻസ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. മൊത്തത്തിൽ കണ്ടപ്പോൾ എനിക്കൊരു സന്തോഷം. നല്ല സിനിമയാണെന്ന് എനിക്കൊരു തോന്നുന്നു. കൃഷാന്തിനോടോ അടിച്ചു പോലെ അങ്ങനെയല്ല. കൃഷാന്ത് ഇസ് എ ബ്രില്യൻ ഡയറക്ടർ. അപ്പോൾ നമ്മളുടെ പാർട്ട് 2 ഉണ്ട്. അപ്പോൾ കൃഷാന്തിൻ്റെ അടുത്ത് ബാബു നമുക്ക് അടുത്തതിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം എന്നാണ് ഇപ്പോൾ പറയാനുള്ളത്. അത് 3 എണ്ണമായി ഇപ്പോൾ. ആദ്യം തൊട്ടത് ഹിറ്റ് ആവണം, ഫൈനൽസ് ഭയങ്കര ഹിറ്റ് ആവണം എന്ന് ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. പക്ഷെ അതൊരു മീഡിയം ഹിറ്റായുള്ളൂ. മധുരമനോരമോ ഹിറ്റായെങ്കിൽ ഞാനും നിരഞ്ജും വളരെ കുറച്ചേ അതിലുള്ളൂ. പക്ഷേ നിരഞ്ജും ഒരുപാട് ബോഡി ട്രാൻസ്ഫോർമേഷനും കാര്യങ്ങളും, പിന്നെ ഹ്യൂമർ പുൾ ഓഫ് ചെയ്യാൻ എളുപ്പമല്ല. നമുക്ക് ആൾക്കാർ ചിരിപ്പിക്കുകയാണ് ഏറ്റവും ബുദ്ധിമുട്ട്. അപ്പോൾ നിരഞ്ജന് ഭയങ്കരമായിട്ടുള്ള ഈ നെപ്പോട്ടിസം വഴിയാണെങ്കിലും ഭയങ്കരമായിട്ടുള്ള സെൻസ് ഓഫ് ഹ്യൂമർ, അച്ഛൻ്റെ ആ ഒരു ടാലൻറ്റ് നിരഞ്ജന് ഭയങ്കരമായിട്ട് കിട്ടിയിട്ടുണ്ട്. ആൾക്കാരെ ചിരിപ്പിക്കാനുള്ളത് അത് പുൾ ഓഫ് ചെയ്യാനും അതിന് കൂടെ മറ്റു പലതും, ഇപ്പോൾ ഫൈറ്റ് ആണെങ്കിലും റൊമാൻസ് ബാക്കി എല്ലാം പുൾ ഓഫ് ചെയ്യാനുള്ള നിരഞ്ജന ടാലൻറ്റ് കാണിക്കാൻ പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഈ സിനിമ. അത് അദ്ദേഹം യൂസ് ചെയ്തു, വളരെ വൃത്തിക്ക് ചെയ്തു. ആസ് എ ഫ്രണ്ട് ഞാൻ ഭയങ്കര പ്രൗഡാണ്. ഭയങ്കര സന്തോഷം. അവരുടെ റിയാക്ഷൻസ് ഒക്കെ കണ്ടപ്പോഴത്തേക്കും അപ്പോൾ ആൾക്കാരുടെ റെസ്പോൺസ് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. ഓവർവെൽഡാണ് ഈ സമയത്ത്. എല്ലാവരും കൂടെ വന്ന് പറയുന്നുണ്ട്. ടു മച്ച് ഇൻഫർമേഷനാണ് തലയ്ക്ക്. അപ്പോൾ താങ്ക് യു.